നമസ്കാരം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കുകയാണ്. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. മുകേഷിനെതിരെ പെണ്ണൊരുമ. ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന എം മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ സർക്കാർ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കൂട്ടായ്മ രംഗത്തെത്തി. ഇക്കാര്യം ആവശ്യപ്പെട്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ പ്രസ്താവന പുറത്തിറക്കി. സമ്മർദ്ദമുയർന്നിട്ടും നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയാൻ പോലും മുകേഷ് തയ്യാറായിട്ടില്ല. CPIM ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിട്ടും സംസ്ഥാന നേതൃത്വം മുകേഷിനെ കൈവിടുന്നില്ല. ഒരു ഇടത് MLAക്കെതിരെ 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കുന്നത് ചരിത്രത്തിൽ ഇതാദ്യമാണ്. മുൻപ് ഇടതുപക്ഷം ആർക്കെതിരെയാണോ സമാന ആരോപണം ഉന്നയിച്ചത് ആ സമയം ഇടത് നിലപാടിനൊപ്പം നിന്നവരിൽ സാറാ ജോസഫിനെ പോലുള്ള പലരും ഇപ്പോൾ മുകേഷിനെതിരെ രംഗത്തുണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിൽ മേഖലയിലെ ലൈംഗിക പീഡനം തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രസ്താവന. MLA സ്ഥാനം രാജിവെക്കണമെന്ന കടുത്ത നിലപാട് കോൺഗ്രസിനില്ല. എന്നാൽ മുകേഷിനൊപ്പമല്ലെന്ന് തെളിയിക്കാൻ CPIM MLAയെ സഹായിക്കുന്നത് BJP ആണെന്ന് പറഞ്ഞാണ് സതീശന്റെ പ്രതിരോധം. BJPയുടെ കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുകയാണ്. ആരെ രക്ഷിക്കാനാ? CPMന്റെ MLA രക്ഷിക്കുക. എന്താ കഥ? BJPയുടെ കേന്ദ്രമന്ത്രി ആരെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ തട്ടിമാറ്റിയത്? CPMന്റെ ഒരു MLA സംരക്ഷിക്കാൻ വേണ്ടി. എന്തൊക്കെയാ കാണുന്നത് നമ്മള്? BJPയെ ചാരിയുള്ള സതീശന്റെ ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷന് കടുത്ത നിലപാടെടുക്കേണ്ടി വന്നു. മുകേഷിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസെടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരാൾ MLA ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിലും BJPയിലുമുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ പ്രതിസന്ധിക്കിടയിലും CPIMന് നേരിയ ആശ്വാസമാണ്. എന്നാൽ മുകേഷിനെ ചൊല്ലി സ്വന്തം പാളയത്തിനുള്ളിൽ ഉയരുന്ന വിമർശനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. കൃത്യമായ അന്വേഷണം നടക്കുകയും കാര്യങ്ങൾ പുറത്തുവരികയും ചെയ്യും. അതിനെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന പല വിവാദങ്ങളും ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ട് തന്നെ കാണണം. MLA സ്ഥാനം രാജിവെക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം പോലും ആവശ്യപ്പെടാത്തപ്പോഴാണ് പാർട്ടി ജില്ലാ നേതൃത്വം തനിക്കെതിരെ നീങ്ങുന്നതെന്ന പരാതി മുകേഷിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോപണങ്ങളിൽ പാർട്ടി പിന്തുണ കിട്ടുന്നില്ലെന്ന് മുകേഷ് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ ഇന്ന് മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. എം മുകേഷ് MLA സ്ഥാനത്ത് തുടരുന്നതിൽ വെട്ടിലായി CPIM. മുകേഷിനെ സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ലെന്ന പ്രതിരോധം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈവിടുന്നതിന് തുല്യമാണ് എന്നാണ് വിമർശനം. CPIMന്റെ MLAമാർക്കെതിരെ ലൈംഗിക പീഡനാരോപണം മുമ്പ് ഉയർന്നിട്ടില്ല. ചില നേതാക്കൾക്കെതിരെ ആരോപണമുയർന്നതും തീവ്രതയളവ് അന്വേഷണവുമൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത്തവണത്തേത് CPIMനെ ശരിക്കും വെട്ടിലാക്കി. സ്ത്രീപക്ഷ നിലപാട് പുലർത്താൻ ആഹ്വാനം ചെയ്യുന്ന നേതാക്കളും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കരുത്തരായ നേതാക്കളുമൊക്കെയുള്ള പാർട്ടി പക്ഷേ ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് അസാധാരണ സ്ഥിതിയിലാണ്. നടിയുടെ പരാതിയിൽ കേസെടുത്താൽ MLA സ്ഥാനത്ത് തുടരാൻ മുകേഷിനെ CPIM അനുവദിക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ലൈംഗികാരോപണങ്ങളിൽ കേസ് നേരിടുന്ന 2 MLAമാർ കോൺഗ്രസിലുണ്ടല്ലോ എന്നാണ് ചില CPIM നേതാക്കളുടെ ചോദ്യം. കോൺഗ്രസ് നിലപാട് സമീകരിക്കുകയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചെയ്യേണ്ടതെന്ന് സ്ത്രീപക്ഷ പ്രവർത്തകരുടെ മറുചോദ്യം. ഇനി നിലപാടെടുക്കേണ്ടത് CPIM നേതൃത്വമാണ്. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു. മുകേഷിനെ രാജിവെപ്പിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലം നഷ്ടമാകുമോ എന്ന ആശങ്ക CPIMനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷിനേക്കാൾ വലിയ ഭൂരിപക്ഷം NK പ്രേമചന്ദ്രന് ലഭിച്ച മണ്ഡലമാണ്. സീറ്റാണോ പ്രതിച്ഛായയാണോ സ്ത്രീപക്ഷത്താണോ CPIM എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോൺഗ്രസിനെ വെട്ടിലാക്കി ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരായ ആരോപണം. എം മുകേഷിനെതിരെ നടപടി വേണമെന്ന് പറയുമ്പോഴും ചന്ദ്രശേഖരനെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ലോയേഴ്സ് അസോസിയേഷൻ നേതാവിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് സഹപ്രവർത്തകർ നേതൃത്വത്തിന് പരാതി നൽകി. ലൊക്കേഷൻ കാണിക്കാനെന്ന വ്യാജേന ദുരുദ്ദേശത്തോടെ തന്നെ നിർമ്മാതാവിന്റെ മുറിയിലെത്തിച്ചെന്ന ഗുരുതര പരാതിയാണ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനെതിരെ ഉള്ളത്.
ഇതിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം വെട്ടിലായി. എം മുകേഷിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു പോന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനാകട്ടെ ചന്ദ്രശേഖരൻ വിഷയത്തിൽ മിണ്ടാട്ടമില്ല. പ്രശ്നത്തിൽ മെല്ലെപ്പോക്ക് തുടരാൻ പ്രതിപക്ഷ നേതാവിനെ അടക്കം പ്രേരിപ്പിക്കുന്ന ഘടകം ചന്ദ്രശേഖരൻ കെ സുധാകരന്റെ അടുത്തയാളെന്നതാണ്. മോൻസൺ മാവുങ്കൽ കേസ്, EP വധശ്രമ കേസ്, MV ഗോവിന്ദനെതിരായ മാനനഷ്ട കേസ് തുടങ്ങിയവയിൽ കെ സുധാകരന് വേണ്ടി കോടതിയിൽ ഹാജരായത് ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരനാണ്. ചന്ദ്രശേഖരനെ ചുമതലയിലേക്ക് എത്തിച്ചതും കെ സുധാകരനാണെന്നതും പ്രതിസന്ധിയാണ്. അതേസമയം മുകേഷ് പ്രതിസന്ധിയിൽപ്പെട്ട CPIM-ഉം ചന്ദ്രശേഖരന്റെ കാര്യം ശക്തമായി ഉന്നയിക്കാതെ വിട്ടുവീഴ്ച മനോഭാവത്തിലാണ്. അതിനിടെ VS ചന്ദ്രശേഖരനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് ലോയേഴ്സ് കോൺഗ്രസ് ഹൈക്കോടതി വനിതാ വിഭാഗം പാർട്ടി നേതൃത്വത്തിന് കത്തയച്ചു. 24 കൊച്ചി. യുവനടിയുടെ പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഇതിനു പിന്നാലെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങി. പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇമെയിൽ മുഖേന DGPക്ക് നൽകിയ പരാതിയിലാണ് സിദ്ദിഖിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തത്. 2016-ൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ആരോപണം. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, അന്യായമായി തടങ്കലിൽ വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കേസെടുത്തതിന് പിന്നാലെ പ്രത്യേക സംഘം യുവനടിയുടെ മൊഴി രേഖപ്പെടുത്തി. വനിതാ കൂട്ടായ്മയായ സഖിയുടെ വഞ്ചിയൂരിലെ ഓഫീസിൽ വച്ചായിരുന്നു മൊഴിയെടുത്തത്. മൊഴിയെടുപ്പ് 3 മണിക്കൂർ നീണ്ടു. മ്യൂസിയം സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI ആശാ ശരത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. കൂടിയാലോചനയ്ക്ക് ശേഷം രഹസ്യമൊഴി വേണമെങ്കിൽ എടുക്കുമെന്നും പ്രത്യേക സംഘാംഗം പറഞ്ഞു. അതിനിടെ അറസ്റ്റ് ഭയന്ന് നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യ നീക്കം തുടങ്ങി. ഹൈക്കോടതിയിൽ അപേക്ഷ നൽകാനാണ് ആലോചന. ആരോപണം അജണ്ടയാണെന്ന് ആരോപിച്ച് നടൻ സിദ്ദിഖ് യുവനടിക്കെതിരെ നൽകിയ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിഗണനയിലാണ്. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചൊല്ലി ഫെഫ്കയിലും പൊട്ടിത്തെറി. അമ്മയ്ക്ക് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൊല്ലി ഫെഫ്കയിലും പൊട്ടിത്തെറി. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് സംവിധായകൻ ആഷിഖ് അബുവും വിനയനും ആവശ്യപ്പെട്ടു. B ഉണ്ണികൃഷ്ണന്റേത് ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്ന നിലപാടെന്നാണ് വിമർശനം. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ്. ജീവിതർക്കൊപ്പമെന്ന നിലപാട് പ്രഖ്യാപിച്ച ഫെഫ്ക സ്വന്തം അംഗങ്ങൾക്കെതിരെ ഉയർന്ന ലൈംഗിക അതിക്രമ കേസിൽ മൗനത്തിലാണ്. ഗുരുതരമായ കണ്ടെത്തലോ അറസ്റ്റോ നടന്നാൽ മാത്രം രഞ്ജിത്ത് അടക്കമുള്ള അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കാമെന്ന നിലപാടിലാണ് ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. ഈ നിലപാടാണ് സംവിധായകൻ ആഷിഖ് അബുവിനെ ചൊടിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംഘടന കുറ്റകരമായ മൗനം പാലിച്ചു. ഇന്ന് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലുള്ളത് B ഉണ്ണികൃഷ്ണന്റെ മാത്രം നിലപാടാണ്. കഴിഞ്ഞ കുറച്ചു നാളായി സംഘടന B ഉണ്ണികൃഷ്ണനിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും വിമർശനം. B ഉണ്ണികൃഷ്ണനെതിരെ സംവിധായകൻ വിനയനും രംഗത്തെത്തി. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം. തൊഴിൽ നിഷേധം നടത്തിയെന്ന കുറ്റത്തിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ശിക്ഷിച്ച വ്യക്തിയാണ് ഉണ്ണികൃഷ്ണനെന്ന് വിനയൻ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. കൂട്ടരാജിയെ ചൊല്ലി താരസംഘടന അമ്മയിൽ ഭിന്നത. ഭൂരിഭാഗത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാജിവെച്ചതെന്ന് തുറന്നു പറയുകയാണ് യുവതാരങ്ങൾ. കൂട്ടരാജി ഏകകണ്ഠമെന്ന് പറഞ്ഞ നേതൃത്വം ഇതോടെ വെട്ടിലായി. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകളും അംഗങ്ങൾക്കിടയിൽ സജീവമാണ്. ടൊവിനോ തോമസ്, അനന്യ, സരയു, വിനു മോഹൻ എന്നിവർക്കാണ് കൂട്ടരാജിയിൽ വിയോജിപ്പ്. 17 പേരും രാജിവെക്കണമെന്ന പ്രസിഡന്റ് മോഹൻലാലിന്റെ ആവശ്യത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എതിർപ്പ് പരസ്യമാക്കി. ഈ നമ്മളുടെ സംഘടനയിൽ തന്നെ ഒരുപാട് പേർക്ക് ഈ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്തിരുന്നവർ ഇപ്പോൾ വർക്ക് ചെയ്യാതെ അവരൊരു ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആശങ്ക വരിക അല്ലെങ്കിൽ എന്തെങ്കിലും മുടങ്ങിപ്പോകുമോ എന്നുള്ള ഒരു കൺസേൺ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഈ തരത്തിൽ എന്തെങ്കിലും തീരുമാനം പോയാൽ. എതിർപ്പുന്നയിച്ചവരുടെ സംഘടനയിലെ മുതിർന്ന അംഗങ്ങൾ അനുനയ ചർച്ച നടത്തി. പിന്നീട് ഭൂരിപക്ഷ തീരുമാനത്തിന് വഴങ്ങുകയായിരുന്നുവെന്ന് താരങ്ങൾ. അതിനോട് ആദ്യം ഒരു വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷെ എന്താണോ അവർ പറഞ്ഞത് അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ്. അതിജീവിതർക്കൊപ്പം നിൽക്കാൻ കഴിയാതെ കൂട്ടരാജി എന്ന തീരുമാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഒളിച്ചോട്ടമാകുമെന്നും യുവതാരങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിലപാടെടുത്തു. ഓൺലൈനായി എക്സിക്യൂട്ടീവ് യോഗം നടക്കുമ്പോൾ കലൂരിലെ അമ്മ ആസ്ഥാനത്ത് വിനു മോഹൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ
സമാന്തര യോഗവും നടത്തിയിരുന്നു. കൂട്ടരാജിയിലും പ്രശ്നങ്ങൾ അവസാനിക്കാത്ത അമ്മയിൽ പ്രതിസന്ധി തുടരുകയാണ്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവതാരങ്ങളുടെ നിര കൂടുതൽ ആളുകളുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും ഒരുങ്ങുന്നുണ്ട്. അമ്മയിൽ തലമുറ മാറ്റത്തിന് അരങ്ങൊരുങ്ങുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് മുതിർന്ന താരങ്ങളെ എതിർത്തുള്ള യുവനിരയുടെ നിലപാട് പ്രഖ്യാപനം. 24 കൊച്ചി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP സംസ്ഥാന നേതൃത്വം. ഹേമ കമ്മിറ്റിയിലെ നിലപാടും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നാണ് വിമർശനം. സുരേഷ് ഗോപിക്കെതിരെ ദേശീയ നേതൃത്വത്തെ സമീപിക്കാനാണ് നീക്കം. ചോദ്യങ്ങളോട് സുരേഷ് ഗോപി ഇന്നും പ്രതികരിച്ചില്ല. പാർട്ടിക്കൊരു തീരുമാനവും കേന്ദ്രമന്ത്രിക്ക് മറിച്ചൊന്നും എന്ന രീതിയിലാണ് നിലവിൽ സുരേഷ് ഗോപിയുടെ പോക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിനെ പിന്തുണച്ചതും മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകുന്നത് സംസ്ഥാന ഘടകത്തിന്റെ പരിഗണനയിലാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് കെ സുരേന്ദ്രൻ ഒഴിഞ്ഞുമാറി. നിലപാട് ആവർത്തിച്ചില്ലല്ലോ. നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ ഞാൻ പറയുന്നത്, ഞങ്ങൾ പറയുന്നത്. നിലപാട് അദ്ദേഹം ആവർത്തിച്ചിട്ടില്ല. അല്ല, അവസാനം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അദ്ദേഹം അല്ലല്ലോ. അദ്ദേഹം ആദ്യം പറഞ്ഞു, പക്ഷെ അതിനുശേഷം പാർട്ടി നിലപാട് ഞങ്ങൾ പറഞ്ഞു. പിന്നീട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. നേരത്തെയും സുരേഷ് ഗോപിക്കെതിരെ സംസ്ഥാന ഘടകം രംഗത്ത് വന്നിരുന്നു. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി അതിന് വിരുദ്ധമായ നിലപാടും പ്രസ്താവനയും ഇറക്കുന്നത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു പ്രശ്നകാരണം. ഇതുമൂലം കേന്ദ്രമന്ത്രിയെ പരസ്യമായി തള്ളേണ്ട സാഹചര്യം പാർട്ടിക്കുണ്ടായെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. മുൻപ് സുരേഷ് ഗോപിയെ പിന്തുണച്ചിരുന്ന കൃഷ്ണദാസ് പക്ഷവും നിലവിൽ കൂടെയില്ല എന്നതാണ് ശ്രദ്ധേയം. ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. 24 കൊച്ചി. നടന്മാർ ഉൾപ്പെടെ മലയാള സിനിമാ മേഖലയിൽ 7 പേർക്കെതിരെ നടി നൽകിയ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി. DIG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ മൊഴി രേഖപ്പെടുത്താൻ കൊച്ചിയിലെ ഫ്ളാറ്റിൽ പുരോഗമിക്കുകയാണ്. എല്ലാ ഭാഗവും അന്വേഷിക്കുമെന്ന് അജിത ബീഗം വ്യക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ 18 പരാതികളിൽ 7 നൽകിയത് ആലുവ സ്വദേശിനിയായ നടിയാണ്. M. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, സാങ്കേതിക പ്രവർത്തകരായ നോബിൾ, വിച്ചു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖർ എന്നിവർക്കെതിരെയാണ് പരാതി. DIG അജിത ബീഗം, AIG G. പൂങ്കുഴലി എന്നിവരാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. മുകേഷ് അടക്കമുള്ളവർക്ക് എതിരായ പരാതിയിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ നിർണായകമാണ്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ ഉണ്ടാവും. ഇത് അടുത്ത ആക്ഷൻ ഈ മൊഴിയുടെ ബേസിസിലായിരിക്കും ഉണ്ടാവുന്നത്. രജിസ്ട്രേഷൻ അതായത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ട് പിന്നീട് നമുക്ക് SITക്ക് ഇൻവെസ്റ്റിഗേഷൻ ഹാൻഡ് ഓവർ ചെയ്യുന്നത് SITക്ക് ആയിരിക്കും. കുറ്റകൃത്യം നടന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാകും FIR രജിസ്റ്റർ ചെയ്യുക. തുടർന്ന് അന്വേഷണ ചുമതല SITക്ക് കൈമാറും. 24 കൊച്ചി. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം. രാജ്യമാകെ പ്രഖ്യാപിച്ച 12 വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് അനുമതി. 1710 ഏക്കറിൽ ആരംഭിക്കുന്ന പദ്ധതിക്ക് 3806 കോടി രൂപയാണ് മുതൽ മുടക്ക്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് രാജ്യത്ത് 12 വ്യവസായ സ്മാർട്ട് സിറ്റികൾ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചത്. വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള NSDC സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കേരളത്തിലെ പാലക്കാട് പദ്ധതി യാഥാർത്ഥ്യമാക്കും. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് നടപ്പാക്കുന്ന പദ്ധതിയിൽ 8799 കോടിയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നു. മരുന്നുൽപാദനം, റബ്ബർ, ധാതുഅധിഷ്ഠിത വ്യവസായങ്ങൾ തുടങ്ങിയവയ്ക്കാവും പാലക്കാട് വ്യവസായ പാർക്കിൽ ഊന്നൽ നൽകുക. 1,00,000 പേർക്കെങ്കിലും പദ്ധതിയുടെ ഭാഗമായി ഇവിടെ തൊഴിൽ ലഭിക്കുമെന്ന് കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. 28,602 കോടി രൂപയാണ് ആകെ 12 വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതികൾക്കായി കേന്ദ്ര മന്ത്രിസഭായോഗം വകയിരുത്തിയിരിക്കുന്നത്. കേരളത്തിന് കേന്ദ്രത്തിന്റെ ഓണസമ്മാനമാണ് പദ്ധതി. സേലം കൊച്ചി ദേശീയപാതയിലാണ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുക. 51,000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. പുതുശ്ശേരിയിലാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്നത്. 3806 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന വ്യവസായ നഗരത്തിൽ 51,000-ഓളം പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും. മെഡിക്കൽ, കെമിക്കൽ, നോൺ മെറ്റാലിക്, മിനറൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. 1710 ഏക്കർ ഭൂമിയാണ് ആവശ്യമായി വരിക. സ്ഥലം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു നൽകണം. പ്രാദേശിക റോഡ് നിർമ്മാണവും ജലലഭ്യതയും സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഏറെ നാളായി മുറവിളി കൂട്ടുന്ന കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ നിരാശ മാത്രമാണ് ബാക്കിയെങ്കിലും
വ്യവസായ നഗര പദ്ധതി കേരളത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനൊപ്പം നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്. KTDC ചെയർമാനും മുൻ MLAയുമായ PK ശശിക്കെതിരായ അച്ചടക്ക നടപടിക്ക് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്കാണ് ശശിയെ തരം താഴ്ത്തിയത്. ജില്ലാ കമ്മിറ്റി എടുത്ത നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും വീണ്ടും ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. സഹകരണ കോളേജ് നിയമനത്തിലെ ക്രമക്കേടും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതും പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇതോടെയാണ് ശശിക്ക് പുറത്തേക്കുള്ള വഴിയൊരുങ്ങിയത്. ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചെടുത്ത തരംതാഴ്ത്തൽ നടപടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെ നടപടി പ്രാബല്യത്തിലായി. ഇതോടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി പദവികളും PK ശശിക്ക് നഷ്ടമാകും. ജില്ലാ കമ്മിറ്റി അംഗമെന്ന പദവിയിൽ നിന്ന് ബ്രാഞ്ചിലേക്കാണ് മാറ്റം. ഇതോടെ KTDC ചെയർമാൻ പദവും PK ശശിക്ക് ഒഴിയേണ്ടിവരും. PK ശശി ഇനി ഒരു ബ്രാഞ്ച് അംഗം മാത്രം. സ്വാഭാവികമായും KTDC ചെയർമാൻ സ്ഥാനവും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നേക്കും. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട ഒഡീഷ സ്വദേശി ഡോക്ടർ സ്വീകൃതി മൊഹപാത്ര ആശുപത്രിയിൽ നിന്ന് ജന്മനാട്ടിലേക്ക് മടങ്ങി. ശ്വാസകോശത്തിനും കാലിനുമേറ്റ ഗുരുതരമായ പരുക്കിനെ തുടർന്ന് മേപ്പാടി ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ മാസം 28-നായിരുന്നു സ്വീകൃതി ഉൾപ്പെടെ 4-അംഗ സംഘം ചൂരൽമലയിലെത്തിയത്. റിസോർട്ടിൽ കഴിയുകയായിരുന്ന ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. സംഘത്തിലെ ഒരാൾ മരിച്ചു, ഒരാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണെങ്കിലും ജയിലിലടയ്ക്കുന്നതിന് പകരം ജാമ്യം നൽകുന്നതിന് പ്രാധാന്യം നൽകണമെന്ന് സുപ്രീം കോടതി. ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രം ജയിൽവാസം മതിയെന്നും കോടതി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം എടുത്ത കേസിൽ വിചാരണ അനന്തമായി നീളുന്നുവെന്ന ഹർജിയിലാണ് സുപ്രധാന വിധി. അനന്തമായി നീളുന്ന വിചാരണ പൗരാവകാശ നിഷേധത്തിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA കേസ് കുറ്റാരോപിതന് മേൽ വലിയ നിയമബാധ്യതകൾ ചുമത്തുന്നുണ്ട്. ഇത്തരത്തിൽ നിയമബാധ്യതകൾ ഒരു പൗരനുമേൽ ആരോപിക്കാൻ വ്യക്തതയുള്ള തെളിവുകൾ അന്വേഷണ ഏജൻസികൾ സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കുന്ന പ്രഥമദൃഷ്ട്യാ വസ്തുതാപരമായ തെളിവുകൾക്ക് മാത്രമേ കുറ്റാരോപിതന് ജയിൽവാസം സാധ്യമാക്കാനാവൂ. ഇതിലുപരി സംശയത്തിന്റെയോ ആരോപണത്തിന്റെയോ പേരിൽ പൗരന്മാരെ ജയിലിലടയ്ക്കാൻ PMLA നിയമമാണെങ്കിലും അന്വേഷണ ഏജൻസികൾക്ക് അവകാശമില്ല. PMLA ആക്ടിലെ സെക്ഷൻ 24 ഇക്കാര്യത്തിൽ വ്യത്യസ്തമല്ലെന്നും ജസ്റ്റിസ് BR ഗവായിയും KV വിശ്വനാഥനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിധി പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണഘടനയുടെ അനുച്ഛേദം 21 പ്രാധാന്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. PMLA അടക്കമുള്ള ഏത് കേസിലാണെങ്കിലും ജയിലല്ല ജാമ്യമാണ് നിയമമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അനന്തമായി വിചാരണ നീളുന്ന കേസുകളിൽ ജാമ്യം നിഷേധിക്കൽ ഏറ്റവും കടുത്ത മൗലികാവകാശ ലംഘനമാണ്. PMLA കേസിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ പ്രേംപ്രകാശ് എന്ന പ്രതിയടക്കം സമർപ്പിച്ച അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇനി ഫാസ്റ്റ് ന്യൂസ്. ഗുജറാത്തിൽ 3 ദിവസമായി തുടരുന്ന തീവ്രമഴയിൽ പ്രളയസമാന സാഹചര്യം. മഴക്കെടുതിയിൽ 15 പേരാണ് മരിച്ചത്. കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നതിന് സ്ഥലം കണ്ടെത്താൻ പഠനം തുടങ്ങി. KSEBയുടെ ആവശ്യപ്രകാരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസാണ് പഠനം നടത്തുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ NIA സംഘം പരിശോധന നടത്തി. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദ് NIA യൂണിറ്റാണ് പരിശോധന നടത്തിയത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കാണുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ, കോഴിക്കോട് MP MK രാഘവൻ, AK അഷ്റഫ് MLA എന്നിവരാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നടപടി. സന്ദീപ് ഘോഷിന്റെ അംഗത്വം IMA സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട്ട് ചത്ത കോഴികളെ ഇറച്ചിയാക്കി വിൽപ്പന നടത്താൻ ശ്രമം. പരാതിയുമായി ഉപഭോക്താക്കൾ എത്തിയതോടെ പോലീസും പഞ്ചായത്ത് അധികൃതരും കടയടപ്പിച്ചു. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുകയാണ്.